അനീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2 കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇതിന് കൊള്ളിക്കിഴങ്ങെന്നാണ് പറയുക. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പൊളിച്ച് കൊണ്ടുവരാം. നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തെങ്കിലോ? അരിയാൻ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഉള്ള കുട്ടികൾക്ക് ഒന്നും ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഉണ്ടോ, ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കായിട്ടേ സെൻറ്ററിലായിട്ട് ഒരു ഞാരുണ്ട്. ആ ഞാര് നമ്മൾ എടുത്ത് കളയണം. കണ്ടോ, നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ആ ഞാരിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ടോ? അല്ലേ, ഈ ഞാര് നമ്മൾ കളയണം. നമുക്ക് ഇതുപോലെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം. അങ്ങനെ അരിഞ്ഞെടുക്കാം. കണ്ടോ, കപ്പ അരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഞാരുകളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലിട്ട് അടിക്കാനാണ് പോകുന്നത്. 2 വിസിലടിച്ചാൽ മതി. അത് 2-3 വെള്ളത്തിലും കൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൽ കട്ടുള്ളതാണ്, നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങൊക്കെ വാരിയിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം. കുറച്ചും കൂടെ എടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് 2 വിസിലൊന്ന് അടിച്ചെടുത്താൽ മതി നമുക്ക്. അപ്പം നമ്മളെ മീൻകറി ഉണ്ടോ, നമ്മുടെ അയിലക്കറിയാണ് റെഡിയായി കിടക്കുന്നത്. നമുക്ക് ഈ കപ്പയുടെ കൂടെ കഴിക്കാനുള്ളതാണിത്. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 3-4 എണ്ണം ഉണ്ട്. 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളയാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് നമ്മൾ പൊളിച്ചതാണ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അമ്പലത്തിൽ പന്തലിടുന്ന പണി നടക്കുന്നത്, അത് കാരണം ഒച്ചയും ബഹളമൊക്കെയാണ്. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ പിടിക്കാനായിട്ട്. അവരിനി സന്ധ്യ ആവാണ്ട് പോവില്ല. നമ്മളിപ്പോൾ ചതച്ച് കൊണ്ടുവന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കപ്പ ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെന്ന്. ശരിക്കും കുഴക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഈ ഏരിയയിൽ ഞങ്ങളുടെ ഇരിങ്ങാലക്കുട ഭാഗത്തൊക്കെ തൃശ്ശൂരൊക്കെ നമ്മൾ ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കറിയായിട്ട് ഉപയോഗിക്കും. പക്ഷേ കൊല്ലത്ത് അങ്ങനെയല്ല കേട്ടോ. അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഇത് കഴിക്കണമെങ്കിൽ നല്ല സൂപ്പർ മീൻ കറി വേണം. അതാണ് അവിടുത്തെ ചിട്ട. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കൊല്ലത്താണ് കേട്ടോ. എൻ്റെ വീട് കൊല്ലത്താണ്. ആങ്ങളമാരും ചേച്ചിയൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ കൊള്ളി കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് മീൻകറി ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ അയിലക്കറിയാണ്. കറി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ